ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പോയ ദിവസം 14 ഫെബ്രുവരി ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യം എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ സ്കൂളിൻ്റെ ക്യാമ്പസ് ആയതുകൊണ്ട് എല്ലാ സ്ഥലമുണ്ട്. നമ്മൾ കുറച്ച് പട്ടം പറപ്പിച്ച് ഞങ്ങൾ അംബാജിയിലേക്ക് യാത്രയായി. അംബാജി ഗുജറാത്തിലെ ഫേമസ് അമ്പലമാണ്. അമ്പാലിന്ന് ആൾക്കാർ ഈ അമ്പലം മേടിച്ചോണ്ട് വരുന്നേ മാർബിളിന്റെ അല്ലേ? ഇവിടെ പോകണമെങ്കിൽ റോപ്പ് വേ ആട്ടോ ഇതിൽ, അല്ലെങ്കിൽ 1000 എത്ര പടികളാണ് അനന്തു? 1000 പടികൾ, 1000 പടികൾ കയറണം ഈ അമ്പലത്തിൽ. ഇവിടെയാണ് റോപ്പ് കയറാൻ വേണ്ടിയുള്ള ലൈനാട്ടോ. ഭയങ്കര തിരക്കാണ്. മുകളിലേക്ക് टेम्पल इतो टेम्पल ലൈൻ നിൽക്കുകയാണ് ഞങ്ങൾ അതിൽ കയറാൻ വേണ്ടി. അംബാജി ടെമ്പിളിൻ്റെ ആക്ച്വലി ഇത് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി 51 ശക്തി പീഠ്സ് ഓഫ് മാ സതി എന്നാണ് പറയണത്. പിന്നെ ഇതിൻ്റെ ബിലീഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ മാ സതിമാ എന്ന് വെച്ചാൽ നമ്മുടെ ദേവി സത്യദേവി യുടെ ഹാർട്ട് ഈ ഭാഗത്ത് വീണ പോയായിരുന്നു. അങ്ങനെയാണ് ഇത് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇത് അവിടെ തന്നെ ഈ അംബാമാജി എന്ന് പറയുന്നത് വൺ ഓഫ് ദി 51 ശക്തി പീഠ്സ് അങ്ങനെയാണ് പറയുന്നത്. പിന്നെ അവൻ്റെ മുകളിലൊരു റെഡ് ഫ്ലാഗ് ഉണ്ട്. അത് ആ അബവ് ടെമ്പിൾ ഡാൻസ് വെൽക്കം വിൻഡിലപ്പം ഡാൻസ്. പിന്നെ ഞങ്ങൾ മുകളിൽ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗബ്ബർ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ആക്ച്വലി ഗബ്ബർ ഹിൽസ് എന്നാണ് മുകളിൽ ദേവിയുടെ ഉള്ളത്. പിന്നെ താഴത്തെ ആക്ച്വലി ദേവിയുടെ രൂപം മാത്രമേ ഉള്ളൂ, ദേവിയില്ല. ഞങ്ങൾ പിന്നെ മുകളിലേക്ക് കയറുമ്പം ഗബ്ബർ ഹിൽസിൽ പോയിട്ടാണ് ഭഗവാനെ കാണുന്നത്. അപ്പം ഇവിടെ റോപ്പ് വേ ആണ്. അപ്പം ഞങ്ങൾ റോപ്പ് വേ പോയി. അപ്പോൾ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. അനിയത്തിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യത്തിൽ ഇരിക്കാനും പേടി. പിന്നെ അനിയത്തിയുടെ കാണാൻ നല്ല രസമായിരുന്നു. ഭഗവാനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ മുകളിൽ പോകണ നസാര ഒന്ന് കാണാൻ നല്ല ഭംഗിയാണ്. എൻ്റെ മോനും കുറച്ച് പേടിച്ച് പോയി. ഇതിൻ്റെ അപ്പുറത്തൊക്കെ കുറേ അമ്പലങ്ങളുണ്ട്. ബഹുത് സാരാ ഹെ. നോക്കൂ, നിങ്ങൾക്ക് നസാര കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ നസാരയാണ്. ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെ ഇതിനകത്തല്ലായിരുന്നു, പക്ഷേ അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തിട്ട് മുകളിൽക്കൂടെ പോകുമ്പോൾ കുറച്ച് പേടി ഉണ്ടാവും. എന്നാലും എനിക്ക് നോർമലി പേടിയാണ് ഇങ്ങനെയൊക്കെ കയറി ഇരിക്കാനായിട്ട്. പക്ഷേ എന്താണെന്നല്ല, ഇപ്രാവശ്യം
ഭഗവാൻ രക്ഷിച്ചു എന്ന് തോന്നുന്നു. അധികം പേടിയൊന്നും ഉണ്ടായില്ല. പക്ഷെ എൻ്റെ സിസ്റ്റർ പാവം, ആൾക്ക് കുറച്ചിങ്ങനെ ഹൈറ്റിനെ പേടി അങ്ങനെയൊക്കെയാണ് ഇപ്പം. അപ്പം ആൾ കുറേ പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ പോയി ഞങ്ങൾക്ക് കുറേ ദർശനം കിട്ടി. താഴത്ത് നിങ്ങൾ എപ്പോഴും വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക, 3 ടൈമിങ്സേ ഉള്ളൂ. രാവിലെ, ഉച്ചയ്ക്ക്, പിന്നെ 6:30 തുടങ്ങിയാൽ 9 മണിക്ക് ബന്ധാവും. രാവിലെ 11 മണി 11:30 വരെ. അപ്പോൾ ഞങ്ങൾ 4:30 വരെ. അപ്പോൾ ഇന്ന് നമുക്ക് പേടിയായിരുന്നു ആൾക്ക്. മുകളിൽ കയറാൻ ഭഗവാനെയൊക്കെ വിളിച്ച് അമ്മയെ ദേവി രക്ഷിക്കണേക്കെ പറഞ്ഞ് അതിനകത്ത് അമ്മയും കുറേ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. ഭഗവാന്റെ അവിടേക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അല്ല? എന്തോ ഫോട്ടോ എടുത്തില്ല. അതെവിടെയാണ് വീഡിയോ ഭഗവാന്റെ ദേവിയുടെ? ആരുടെ ഫോണിലെടുത്തേ? അത് അമ്മയുടെ വേറെ ഫോണിലുണ്ട്. അപ്പം ഞാനതങ്ങ് കാണിച്ചു തരാം. ഭഗവാൻ ഇതാണ് ആക്ച്വലി മുകളിൽ നിന്നുള്ള വ്യൂ. നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. ഡോണ്ട് ഡു ഇറ്റ്. നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി ഭഗവാന്റെ ദർശനം കണ്ട് നന്നായി തിരിച്ചിറങ്ങി. നിങ്ങൾക്കെല്ലാവർക്കും എപ്പോഴെങ്കിലും പോകാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കൺഫേമായിട്ട് പോകണം. അങ്ങനെ പോയി നിങ്ങൾ ദേവിയുടെ അനുഗ്രഹം വാങ്ങണം. തിരിച്ചു വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഒരേ ഇതിനകത്തായിരുന്നു. ഒരേ ഇതിനകത്ത് കയറി. എന്ന് വെച്ചാൽ പോയപ്പോൾ ഞങ്ങൾ എൻ്റെ സിസ്റ്ററും അമ്മയും സിസ്റ്ററിൻലോ അവരുടെ മോനുമായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞാനും എൻ്റെ മോനും അമ്മയും പിന്നെ കൊച്ചുമോനും, അങ്ങനെയാണ് ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് പിന്നെ പേടി കുറഞ്ഞു. പക്ഷേ ഇങ്ങനെ എന്തൊക്കെയോ കൊച്ച കേട്ടപ്പോൾ പേടിയായി. പക്ഷെ ഇതിനകത്ത് പേടിക്കേണ്ടതെന്ന് ആവശ്യമില്ല. മുകളിലത്തപ്പോൾ എനിക്കൊന്നും പേടിയില്ലെങ്കിൽ കയറിപ്പോവാം. ഇതിനേക്കാളും ദൂരെയുള്ളതാണ് ജാംനഗറിലെ ഒരു സ്ഥലം. ഇതിനേക്കാളും 2 കിലോമീറ്റർ വരെ അങ്ങനെ പോകുന്നത്. എന്ന് വെച്ചാൽ ഇതധികമൊന്നും പോവില്ല, ഇത് പെട്ടെന്ന് തന്നെ നമ്മളെത്തും. അങ്ങനെ ഞങ്ങൾ കണ്ട് മോൻ കണ്ടില്ലേ, അനിയത്തിയുടെ കരയാൻ പോകുന്നിരിക്കും. പേടിയാണ് പാവം കണ്ട. അപ്പം ഞങ്ങൾ കണ്ട് തൊഴുത് ഇറങ്ങി. നല്ല സുന്ദരമായ ദർശനമായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഗുജറാത്തിലെ ഏറ്റവും ചലച്ചിത്ര വരിക. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ചെറിയ സ്ഥലങ്ങളിലൊക്കെ കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ വന്നു. ശരി, അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടിൽ ദെൻ ബൈ, ഗുഡ് നൈറ്റ്. എനിക്ക് ഉറക്കം വന്നു. ശരി, ബൈ, ഗുഡ് നൈറ്റ്. നിങ്ങൾ കണ്ടോളൂ.